കർഷക സുഹൃത്തുക്കൾക്ക് നമസ്കാരം. അടുത്ത വീഡിയോയിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് കാസ്ബോ. നമ്മൾ ഇപ്പോൾ പി എച്ച് എല്ലാവർക്കും നല്ല രീതിക്കുള്ള വേരിയേഷൻ കാണും. പി എച്ചിലായാലും ചെടിയിലായാലും നല്ലൊരു വ്യത്യാസം കാണും. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചില ആൾക്കാർ CMS, അതായത് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ സെക്കൻഡറി ന്യൂട്രിയൻ്റായിട്ട് വരുന്ന വളം കൊടുത്ത് കാണും. അതുപോലെ തന്നെ CN കൊടുത്ത് കാണും, ഡോളോമേറ്റ് കൊടുത്ത് കാണും, പിന്നെ കുമ്മായ നീറ്റിയത് കൊടുത്ത് കാണും, കാൽസിബോൺ, ഇതുപോലെ എല്ലാം ട്രെഞ്ചിങ്ങും സോയിൽ ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ കുറേ കൊടുത്ത് കാണും. അപ്പോൾ അങ്ങനെ കൊടുത്ത രീതിക്ക് ഈ മനുഷ്യനായാലും ചെടിയായാലും എല്ലാവർക്കും വേണ്ടത് കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാൽഷ്യം അതിൻ്റെ കൂടെ അത്യാവശ്യം വരുന്ന ന്യൂട്രിയൻ്റാണ് സിങ്കും, ബോറോണും, മഗ്നീഷ്യവും. ഈ ന്യൂട്രിയൻസ് അത്യാവശ്യം ചെടികൾക്ക് വേണ്ടതാണ്. അളവിലാണ് വേണ്ടത്, അളവിൽ കൂടുതലല്ല. ആ സമയത്ത് നമ്മളിപ്പോൾ ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈഡായിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിപ്പോൾ നമുക്ക് നിലവിൽ കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ല കരുത്തായിട്ടും നല്ല ഞാറുകെട്ടി കൂടിയും ഇരിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ചെലേറ്റഡാണ്. ചെലേറ്റഡിൽ വരുന്ന കാൽഷ്യം ആയാലും സിങ്കായാലും പെട്ടെന്ന് തന്നെ അപ്ടേക്കിന് നടക്കും, അപ്പോൾ തന്നെ പ്രോസസ്സിങ് നടക്കും. അധികം ഡ്യൂറേഷൻ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാൽഷ്യം ഇതൊക്കെ കൊടുത്ത് നിർത്തിയവർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു കോംബോയാണ് കാസ്ബോ. ഇത് 200 ലിറ്ററിന് 300 മില്ലി മതി. അതായത് ലിറ്ററിന് 1.5 മില്ലി വീതം വെച്ചാണ് കൊടുക്കേണ്ടത്. അത് ഓരോ പികച്ചിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഓരോ ചെടികളുടെ ഗുണനിലവാരം അനുസരിച്ചാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടത്.